ഹായ്, എസ് പി അരുളാണ്. മത്സ്യാഹാരം കഴിക്കുന്നവരാണെങ്കിൽ ഇനി പോക്കറ്റ് കീറുന്ന അവസ്ഥയാണ്. സംസ്ഥാനത്ത് ചിക്കൻ്റെ വില കിലോയ്ക്ക് 300 രൂപയായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയമാണല്ലോ, അറിയാലോ. ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഈ മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട്, അതായത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രോളിംഗ് നിരോധനമുണ്ട്. മോട്ടോർ ബോട്ടുകൾ കടലിൽ പോയി മത്സ്യബന്ധനം നടത്താത്ത സാഹചര്യത്തിൽ പൊതുവെ മീൻ ലഭ്യത കുറഞ്ഞിരിക്കും. കാര്യം പരമ്പരാഗത വലകൾ ഉപയോഗപ്പെടുത്തി പിടിക്കുന്ന മീനുകൾ മാത്രമാണ് കിട്ടാറുള്ളത്. ഇത് എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായി എത്തണമെന്നില്ല. അല്ലെങ്കിൽ വരവ് മത്സ്യങ്ങൾ, അതായത് പലപ്പോഴും ഈ പറയുന്ന കെമിക്കലുകൾ ചേർത്ത മത്സ്യങ്ങളായിരിക്കും പലയിടങ്ങളിൽ എത്തിപ്പെടാറുള്ളത്. അതുകൊണ്ട് മീൻ ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിൽ എല്ലാവരും ചിക്കനെ ആശ്രയിക്കുന്ന സമയം കൂടി കൂടുതലാണ്. ചിക്കനോ ബീഫോ അങ്ങനെ ആശ്രയിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പുതിയ സർക്കാർ വന്നപ്പോൾ കിലോയ്ക്ക് 300 രൂപ, ഏത് ചിക്കനും. അതിന് കാരണം പറയുന്നത് കോഴിത്തീറ്റയ്ക്ക് വില കൂടി ഏകദേശം 80 രൂപയോളം എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിക്കൻ്റെ വില കൂടി കുത്തനെ ഉയർന്നിരിക്കുന്നത്. 210, 220, 230 രൂപയിൽ കിടന്ന ചിക്കന് ഒറ്റയടിക്ക് 80 രൂപയ്ക്ക് മുകളിൽ കഴിഞ്ഞ ഒരൊറ്റ ആഴ്ച കൊണ്ട് വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാ കരുതും ബീഫ് കഴിക്കാതെ. ബീഫിനിപ്പോൾ കിലോ 500, 510. ഇത് 400 ആയിരുന്നു, 450 ആയിരുന്നത് ഇപ്പോൾ 510 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മട്ടനാണെങ്കിൽ ചിന്തിക്കേ വേണ്ട. അതായത് 2 ഗാന്ധിജിയുടെ പളപളപ്പുള്ള നോട്ടെടുത്ത് കൊടുത്താൽ, 500-ൻ്റെ നോട്ടെടുത്ത് കൊടുത്താൽ 1000 രൂപ എടുത്ത് കൊടുത്താലാണ് 1 കിലോ മട്ടൻ കിട്ടുന്ന സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് ഈ മത്സ്യാഹാരം അല്ലെങ്കിൽ മാംസാഹാരം കഴിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ആകെ അവരുടെ വയറ്റത്തടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ എടുത്ത് പരിശോധിച്ചാൽ സകലത്തിനും വില കുതിച്ചു കയറുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നേരെ ഒരു 4 ഇറച്ചിക്കടയിൽ പോയിട്ട് അവിടുത്തെ സാധനം മേടിക്കാൻ വരുന്നവരടുത്ത് സർക്കാർ ഇടപെടുന്നില്ല, വിപണിയിൽ വിലക്കയറ്റമാണ്, എന്താണ് പ്രതികരണമെന്ന് ചോദിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ തമ്മിൽ ഡീലുള്ള സർക്കാർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ചന്തകളിൽ പോകണ്ട, പച്ചക്കറി വില അല്ലെങ്കിൽ സിവിൽ സപ്ലൈസിൽ ഗോഡൌണിൽ സാധനമുണ്ടോ, ഇതൊന്നും അവർക്ക് ചോദിക്കേണ്ട. ജനം അനുഭവിക്കുന്നത് അവർക്ക് വാർത്തയല്ല, അവർ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനത്തെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവേറിയൊരു അവസ്ഥ എത്തിയിട്ടുണ്ട്. മീൻ കിട്ടാത്തൊരവസ്ഥ. കാര്യം എല്ലാ മനുഷ്യരും ഈ നാട്ടിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരല്ല. വെജിറ്റേറിയൻ ആയിട്ടുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഇപ്പം ഞാൻ പറഞ്ഞ മനുഷ്യൻ എന്നൊരു വംശത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും എന്തല്ല, ഈ പറയുന്ന സസ്യബുക്കല്ല. അവരുടെ ഒരു ജനനം തൊട്ട് അല്ലെങ്കിൽ ആ ഒരു സ്പീഷ്യസിനെ സംബന്ധിക്കുന്നിടത്തോളം മിശ്രിത ആഹാരങ്ങൾ കഴിക്കുന്നവരാണ്. അവർ മാംസാഹാരവും സസ്യാഹാരവും ഒരുപോലെ കഴിക്കുന്നതാണ്. അതാണ് അവരുടെ ജീൻ എന്ന് പറയുന്നത്. അതിൽ ചിലർ ജീവിത പരിവർത്തനം കൊണ്ട് അങ്ങനെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരായി മാറിയതാണ്. ആ നിലയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ സകലതിനും വില കുതിച്ചു കയറുന്ന സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ചിലവാണ്. ഒരു കാര്യം, ഈ ചിലവെന്ന് പറയുമ്പോൾ നമ്മളുടെ ശമ്പളം മേടിക്കുന്ന കാര്യങ്ങൾ കൂടാറില്ല. പക്ഷേ നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന പണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ്റെ അടുക്കള ബജറ്റ് തെറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവനെ സംബന്ധിക്കുന്നിടത്തോളം നോൺ വെജ് ആഹാരം കഴിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. 1.5 മാസം കൊണ്ട് കഞ്ഞിയിലും പയറിലും കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന രീതിയിലേക്ക് സർക്കാരിൻ്റെ ഇടപെടലില്ലാതെ വില ഇങ്ങനെ കുതിച്ചു കയറുകയാണ്. പാലിന് ഈ അടുത്ത ദിവസം വില കയറി. മുട്ടയ്ക്ക് 8 രൂപ 50 പൈസയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. 5 രൂപയിൽ കിടന്ന മുട്ട കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ 8 രൂപയായിരുന്നത് 50 പൈസയുടെ കൂടി 8 രൂപ 50 പൈസ. 50 പൈസയുടെ തുട്ടുപോലും നമ്മുടെ നാട്ടിലില്ലാത്ത കാലഘട്ടത്തിൽ വില ഇങ്ങനെ ഇടിച്ചിടിച്ച് കയറുമ്പോൾ എവിടെ ചെന്ന് അവസാനിക്കും? തട്ടുകടയിൽ കയറി ഓംലെറ്റിന് ഇപ്പോൾ തന്നെ കൊടുക്കണം 25-30 രൂപ. അത് വീണ്ടും 5 രൂപ എന്ത് ചെയ്യാൻ പോവുകയാണ്? കൂടിക്കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഭക്ഷണത്തെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തെ ഒന്നടങ്കം പൊറുതിമുട്ടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചില ഭരണകൂടങ്ങളുടെ ഇടപെടലില്ലായ്മ എത്തിച്ചിരിക്കുന്നു. അത് ജനങ്ങളുടെ പോക്കറ്റ് കീറുന്ന അവസ്ഥയാക്കിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരികയാണ്.